ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന ആ രാത്രി ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ഗുലാം ദസ്തഗീർ തൻ്റെ ഓഫീസ് മുറിയിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയപ്പോൾ അതിഭയങ്കരമായി തൻ്റെ തൊണ്ട ചൊറിയുന്നതും കണ്ണുകൾ എരിയുന്നതും അദ്ദേഹം മനസ്സിലാക്കി. അസാധാരണമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്റ്റേഷൻ സൂപ്രണ്ട് ഹരീഷ് ദുർവയുടെ ഓഫീസിലേക്ക് ഓടി. പക്ഷേ വിഷവാതകം ശ്വസിച്ച് തൻ്റെ ഓഫീസ് മുറിയിൽ മരിച്ചു കിടക്കുന്ന സൂപ്രണ്ടിനെയാണ് അയാൾ കണ്ടത്. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ടും ആയിരങ്ങളെ ആശ്വസിപ്പിക്കാനായി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് അയാൾ ഓടി. അടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും അദ്ദേഹം SOS അയച്ചു. പാരാമെഡിക്കലുമായി 4 ആംബുലൻസുകളും റെയിൽവേ ഡോക്ടർമാരും എത്തി. വഷളായിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ശാരീരികാവസ്ഥയെ അദ്ദേഹം അവഗണിച്ചു. യാത്രക്കാരായി എത്തിയവരുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. സ്റ്റേഷനിൽ തന്നെ ആ രാത്രി ചിലവഴിച്ചു. വിഷവാതകം ശ്വസിച്ചതിൻ്റെ ഫലമായി പിന്നീടുള്ള 19 വർഷങ്ങളും അദ്ദേഹത്തിന് ആശുപത്രിയിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നു. തനിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അതിന് ശ്രമിക്കാതെ ആയിരങ്ങളെ ആ മരണക്കയത്തിൽ നിന്ന് രക്ഷിച്ച ദസ്തഗീർ 2003 അന്തരിച്ചു.